അപ്പോൾ നിർത്താം. ഒരു ചെറിയ എളുപ്പ വഴി പറഞ്ഞു തന്നതാണ് എന്ന് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ശ്രദ്ധ പോയി എന്ന് പറഞ്ഞ് എനിക്ക് പോകരുത്. നിങ്ങൾക്ക് എപ്പോൾ നിർത്തണമെന്ന് മനസ്സ് പറയുന്നുവോ അപ്പോൾ നിർത്താം. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 113. നിരന്തരമായി നമ്മെ വേട്ടയാടുന്ന ചില ദുഷിച്ച ചിന്തകളെ വേരോടെ നശിപ്പിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ. നമസ്കാരം. ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഇന്നും സംശയമുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരു ദിവസത്തിൽ എത്ര തവണയാണ് ഭഗവാനോട്, കണ്ണനോട് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന്? രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ പ്രാർത്ഥിക്കണോ? എന്നാലാണോ കണ്ണൻ കേൾക്കുക? എന്നൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ? ഭക്തരുടെ മനസ്സിലെ ഈ സംശയത്തിനുള്ള ഏറ്റവും ലളിതമായ ഒരു ഉത്തരമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ ഈ വിഷയം. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ, ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഒരു സത്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണ് എന്നിരിക്കട്ടെ, അത് എത്ര വട്ടം ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര സമയം ചെയ്യുന്നു, അതിന് എത്രമാത്രം ദൈർഘ്യമുണ്ട്, ഇതിലൊന്നുമല്ല കാര്യം ഇരിക്കുന്നത്. നാം ചെയ്യുന്ന പ്രവൃത്തി അതെന്തോ ആയിക്കൊള്ളട്ടെ, എത്രമാത്രം നമുക്കത് മനോഹരമാക്കുവാൻ സാധിക്കുന്നുവോ, ആ പ്രവൃത്തിയിൽ നാം എത്രമാത്രം സംതൃപ്തി നേടുന്നുവോ, അതിലാണ് മഹത്വം ഇരിക്കുന്നത്. ഈ ഒരു പരമമായ സത്യം ഞങ്ങളുടെ എല്ലാ ഭക്തജനങ്ങളും ആദ്യമേ തന്നെ ഒന്ന് ഓർത്തിരിക്കാട്ടോ. ഭഗവാനോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും ഇതേ രീതി തന്നെയാണ് പിന്തുടരേണ്ടത്. നാം എപ്പോൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്നുവോ ആ സമയം മുഴുവനും പരിപൂർണമായും ഭഗവാനിൽ അർപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് രാത്രി മാത്രമേ നിങ്ങൾക്കതിന് കഴിയുന്നുള്ളൂ എങ്കിൽ ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, നിശബ്ദമായിരിക്കണം ആ നാഴിക നേരം. വേറെ നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന മറ്റ് ശബ്ദ കോലാഹലങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല. ഇതേപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് സംശയമുള്ള മറ്റൊന്നുണ്ട്. എത്ര നേരമാണ്, എത്ര സമയമാണ് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് എന്ന്? തീർത്തും പറയാലോ, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞാനിപ്പോൾ ധ്യാനത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുന്ന സമയം അരമണിക്കൂറാണ് എങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ചിലപ്പോൾ അത് എന്നേക്കാൾ കുറവായിരിക്കാം, അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അത് തീർത്തും ഡിപ്പെൻസ് ആണ് കേട്ടോ. ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഭഗവാനോടൊന്നും പറയാനുണ്ടാകില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് നിശബ്ദമായി ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുകയാണ് എങ്കിൽ എപ്പോഴാണ് അത് അവസാനിക്കുന്നതെന്ന് നമുക്ക് പോലും ഒരു നിശ്ചയം ഉണ്ടാകില്ല. അത് ചിലപ്പോൾ 15 മിനിറ്റിലാകാം, അരമണിക്കൂറിലാകാം, 1 മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായി നമ്മൾ പോലും അറിയാതെ മെഡിറ്റേറ്റഡ് ആയി ഇരുന്നു പോകുന്ന എത്രയോ അനുഭവങ്ങൾ. അതുകൊണ്ട് ആ കാര്യത്തിലും സംശയം വേണ്ട. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാമജപത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴാണോ നമ്മിൽ നിന്നും വിട്ടുപോകുന്നത്, പരിപൂർണമായ ഏകാഗ്രതയ്ക്ക് ശേഷം മറ്റുള്ള ചിന്തയിലേക്ക് എപ്പോഴാണോ കടക്കുന്നത്, അപ്പോൾ നിർത്താം. ഒരു ചെറിയ എളുപ്പ വഴി പറഞ്ഞു തന്നതാണ് എന്ന് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ ശ്രദ്ധ പോയി എന്ന് പറഞ്ഞ് എനിക്ക് പോകരുത്. നിങ്ങൾക്ക് എപ്പോൾ നിർത്തണമെന്ന് മനസ്സ് പറയുന്നുവോ അപ്പോൾ നിർത്താം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ടൈം പീരീഡ് വെക്കാം, ഒരു പ്രശ്നവും ഇല്ലാട്ടോ. ഇനി പറയുവാനുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. കഴിവതും ഭക്തർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കുക. സുഗന്ധം, ഇരിപ്പിടം, ചുറ്റുമുള്ള വസ്തുക്കൾ, ഈ 3ഉം പ്രാർത്ഥനാ വേളയിൽ അല്ലെങ്കിൽ നാം മെഡിറ്റേറ്റ് ചെയ്യുവാനിരിക്കുന്ന ചുറ്റുപാടുണ്ടല്ലോ, ആ ചുറ്റുപാടിൽ ഈ 3 കാര്യത്തെയും നിങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. നിത്യവും നാം പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സ്ഥലത്ത്, മെഡിറ്റേറ്റ് ചെയ്യുവാനിരിക്കുന്ന സ്ഥലത്ത് പോസിറ്റീവ് എനർജി നൽകുന്ന വസ്തുക്കൾ വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ സുഗന്ധം, ആ സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു പ്രത്യേക മുറിയാണെങ്കിൽ, പൂജാമുറിയൊക്കെ ആണെങ്കിൽ അവിടേക്ക് കയറുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു സുഗന്ധം കടന്നു വരണം. ആ സുഗന്ധം ലഭിക്കുമ്പോൾ തന്നെ വല്ലാത്ത
വല്ലാത്ത ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം. നല്ല നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടുവയ്ക്കാം. അഗർബത്തി, സാമ്പ്രാണി പോലെയുള്ള വസ്തുക്കൾ അവിടെ വെക്കാം. കത്തിച്ച് വെച്ചില്ലെങ്കിലും അതിൽ നിന്നുള്ള ഒരുപാട് നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും പ്രത്യേക തരം സുഗന്ധം ഉണ്ടാകും. പട്ട്, ചന്ദനം, ഭസ്മം, ഇപ്പോൾ ജവാദ് എന്ന് പറയുന്ന ചെറിയ പെർഫ്യൂമൊക്കെ കിട്ടും. വെറുതെ തുറന്ന് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പട്ടിലൊക്കെ ചെറുതായിട്ടും തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ പൂജാമുറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ആ ഇടമുണ്ടല്ലോ, നമ്മെ ആകർഷിക്കുന്ന വല്ലാത്ത തരത്തിലുള്ള സുഗന്ധം കൊണ്ട് നിറയും. ഇത് നമ്മെ കൂടുതൽ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയും കുറച്ചധിക നേരം നമുക്ക് ആ സ്ഥലത്ത് ചിലവഴിക്കുവാനായി സാധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനം ശ്രദ്ധയാണ്. ശ്രദ്ധ നമ്മിൽ നിന്നും അകന്നു പോകുവാനുള്ള സാധ്യതയും വളരെയേറെ കുറവുമാണ്. ഇതുപോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് വസ്തുക്കൾ. മൊബൈൽ ഫോൺ കൊണ്ടൊന്നും ഒരു കാരണവശാലും പൂജാമുറിയിലേക്കോ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സ്ഥലത്തേക്കോ കയറി പോയേക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. അതുപോലെ പുറത്തു പോയതിനു ശേഷം അതേ വസ്ത്രം ഇട്ടുകൊണ്ട് പൂജാമുറിയിലേക്ക് പ്രവേശിക്കുക. പൂജാമുറിയിൽ എന്നല്ല, നാം പരിപാവനമെന്ന് കരുതുന്ന പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ആ ഇടത്തിലേക്ക് പ്രവേശിക്കുക. ഇതൊക്കെ വളരെയേറെ നെഗറ്റീവ് ഊർജത്തെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരും എന്നതാണ്. എപ്പോഴും കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രം ധരിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ഇടങ്ങളിലേക്ക് കയറി ചെല്ലുവാനായിട്ട് പാടുള്ളൂ കേട്ടോ. നല്ല നല്ല ഗ്രന്ഥങ്ങൾ വെക്കാം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ, ഭഗവാനെന്നല്ല, നാം ആരാധിക്കുന്ന മൂർത്തി ഏതാണോ ആ മൂർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ. ഇപ്പോൾ കണ്ണൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ ചന്ദനം, കളഭം, പട്ട്, കുന്നിക്കുരു, മഞ്ചാടി, മയിൽപ്പീലി, തളിക, ശംഖ്, ഇത്തരം വസ്തുക്കളെല്ലാം വളരെയേറെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നതാണ്. അവിടെ ഇരുന്നിരുന്ന് അത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും, അത് ഉറപ്പാണ്. ഇപ്പോൾ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് നിങ്ങൾ വെക്കുന്നുണ്ട് എങ്കിൽ നല്ലതാണ്. പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാ ദിവസവും ഒന്നിടവിട്ടെങ്കിലും അത് മാറ്റുന്നത് എപ്പോഴും നല്ലതാണ്. മാറ്റി പുതിയത് സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുക. എത്ര കാര്യങ്ങളാണല്ലേ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോയത്. ഭഗവാനോട് എത്ര നേരം പ്രാർത്ഥിക്കണം, ഒരു ദിവസത്തിൽ എത്ര വട്ടമാണ് പ്രാർത്ഥിക്കേണ്ടത്, നാം തിരഞ്ഞെടുക്കേണ്ട സ്ഥലം, സുഗന്ധം, വസ്തുക്കൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഏറ്റവും ലളിതമായി തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വ്യക്തമായി അവ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ എഴുതുക കേട്ടോ. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇനിയിപ്പോൾ മറുപടി ലഭിച്ചില്ല എങ്കിൽ പോലും മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിവോട്ടി സ്റ്റോറിൻ്റെ. എപ്പോഴും അതിൽ സ്റ്റാഫ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സംശയങ്ങളെല്ലാം അതിൽ ചോദിക്കാം. അവർ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ട മറുപടികൾ നൽകുന്നതായിരിക്കും കേട്ടോ. ഇനി സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ താഴെ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമങ്ങൾ എഴുതിക്കൊള്ളാട്ടോ. പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ നാമധേയം ഷീന എന്നാണ്. സ്വദേശം കോഴിക്കോട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അമ്മ എന്നോട് ചെയ്യുവാൻ പറഞ്ഞത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ്. അമ്മയുടെ സ്വന്തം മകളുടെ വിവാഹത്തിനോടനുബന്ധിച്ച് ചെയ്യുവാൻ പറഞ്ഞ വീഡിയോയാണിത്. പക്ഷേ അന്ന് ഖേദകരം എന്ന് പറയട്ടെ, തിരക്കുകൾ മൂലം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അത്രയും കാര്യമായിട്ട് എന്നോടന്ന് പറഞ്ഞതാണ്. പക്ഷെ എന്താ ചെയ്യുക, തീർത്തും അമ്മയോടന്ന് ക്ഷമ പറഞ്ഞിരുന്നു. അപ്പം അമ്മ പറഞ്ഞ വാക്കുണ്ട്, സാരില്ല മോനെ, കുഴപ്പമില്ല, എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ നല്ലൊരു വിഷയം തിരഞ്ഞെടുത്ത് ചെയ്താൽ മതി എന്നാണ് അമ്മ പറഞ്ഞത്. ദേ ഇന്ന് അമ്മയുടെ മകളുടെ ഭർത്താവ് പുറത്തേക്ക് പോവാണ്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്രകളെല്ലാം സുഖകരമാകുവാൻ നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലുള്ള എല്ലാവരോടും അമ്മ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഭവിക്കട്ടെ. അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, മകൾക്കും മരുമകനും എല്ലാം ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെ ഒന്നും ഇല്ല കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളുമായി ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളുമായി നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.